Welcome to part 3 of thermodynamics course. We talked about basic terms in thermodynamics and also about the zeroth law of thermodynamics in the previous parts. Today we are going to talk about the relations of macroscopic quantities. Before that, question of the day. What is an isotherm? If you know the answer, consider commenting below. If you don't know, wait for the answer in the next part. So, macroscopic quantities can be related. If you can recall from your school days, Boyle's law is volume is inversely proportional to pressure if mass is fixed and temperature is fixed. Charles' law, V is directly proportional to T. Avogadro's law, V is directly proportional to M. ഇവ മൂന്നിനെയും ഒരൊറ്റ പ്രൊപ്പോർഷണൽ സൈൻ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ V is proportional to NT/P. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കാൻ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. P ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ PV is equal to nRT. ഇതിനെ ഐഡിയൽ ഗ്യാസ് ലോ എന്നാണ് വിളിക്കുക. This equation only satisfies at low pressures. At high pressures, equation of state is Van der Waals equation. ഈ എന്നിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ PV/N is equal to RT. We know V/N is smaller volume, so we can write PV bar is equal to RT, where V bar is smaller volume. PV is equal to nRT. Equation of state ആണ് at low pressures. എന്താണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് റിലേറ്റ്സ് thermodynamic coordinates appropriately of a system in equilibrium. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെ അപ്രോപ്രിയേറ്റ്ലി റിലേറ്റ് ചെയ്യുന്നൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ലെറ്റ് us consider an example to understand what equation of state is. ഒരു കോൺസ്റ്റൻറ്റ് മാസുള്ള ഗ്യാസാണ്, ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതിൻ്റെ പിയും വിയും ടിയും നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഫിക്സ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ആ സിസ്റ്റത്തിലുണ്ടെന്ന് വിചാരിക്കുക. Now if we fix the values of P and V, T is determined by nature. We cannot choose T. If we choose to fix V and T once, then we cannot choose P. P is determined by nature. ഏതെങ്കിലും രണ്ട് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ തെർമോഡൈനാമിക് കോർഡിനേറ്റിനെ അവയെ ഡിപ്പെൻഡൻ്റ് ആക്കി മാറ്റുന്ന ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. നൗ ദർ ഈസ് എ പോയിന്റ് നോട്ട്. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, കെമിക്കൽ ഇക്വിലിബ്രിയത്തിലുമായിരിക്കണം, തെർമൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നോ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഓർ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നോ കെമിക്കൽ റിയാക്ഷൻ ഓർ മൂവ്മെൻറ്റ് ഓഫ് chemical constituents. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നോ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് and also between parts of the system. Thermal equilibrium ഇല്ലെങ്കിൽ there is heat transfer.
ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ ദർ ഈസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാക്രോസ്കോപ്പിക് കോർഡിനേറ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം. ചേഞ്ച് ഇൻ മാക്രോസ്കോപ്പിക് കോർഡിനേറ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. കാരണം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൻ്റെ ഡെഫിനിഷൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ മാക്രോസ്കോപ്പിക് കോർഡിനേറ്റ് വിത്ത് പൊസിഷൻ ഓർ ടൈം എന്നാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം ഇല്ലെങ്കിൽ ദർ ഈസ് സം കെമിക്കൽ റിയാക്ഷൻ ഓർ മൂവ്മെൻറ്റ് ഓഫ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്. കെമിക്കൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്യുമെന്നാണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് അഗെയിൻ എ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ദാറ്റ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം. മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ദാറ്റ് ഡിസ്ക്രൈബ് ദ സിസ്റ്റം ഈസ് ചേഞ്ചിങ് മീൻസ് ദാറ്റ് ദർ ഈസ് നോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഇല്ലെങ്കിൽ, അതായത് അൺബാലൻസ്ഡ് ഫോഴ്സോ ടോർക്കോ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് വേവ്സും ടെർബുലൻസുമൊക്കെ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ സിസ്റ്റം ആസ് എ ഹോൾ മേ ബി ആക്സിലറേറ്റഡ്. ഈ ടർബുലൻസും ആക്സിലറേഷനുമൊക്കെ കാരണം ഒരു നോൺ യൂണിഫോം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായേക്കാം. നോൺ യൂണിഫോം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ ഇക്വിലിബ്രിയത്തിൽ അല്ല എന്നാണ്. തെർമൽ ഇക്വിലിബ്രിയത്തിൽ അല്ല എങ്കിൽ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലും അല്ല. അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഇല്ലെങ്കിൽ ഡ്യൂ ടു ദ സഡൻ ചേഞ്ച് ഇൻ ഫോഴ്സ് ആൻഡ് സഡൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇറ്റ് മേ ഓൾസോ കോസ് ടു ഹാവ് എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ഈസ് നോ കെമിക്കൽ ഇക്വിലിബ്രിയം, വിച്ച് മീൻസ് ദർ ഈസ് നോ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. പറഞ്ഞു വരുന്നത്, ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം ആൻഡ് ഓൾസോ കെമിക്കൽ ആൻഡ് തെർമൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കണം. Now the question is, can we apply external force without disturbing thermodynamic equilibrium much? Yes, we can do that through quasi-static process. Quasi-static process is an ideal process. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സസ് വളരെ പതുക്കെയാണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺബാലൻസ്ഡ് ഫോഴ്സസ് വളരെ ചെറുതായിരിക്കും, ഇൻഫിനിറ്റസിമലായിരിക്കും. നമ്മൾ വളരെ മെല്ലെയാണ് എക്സ്റ്റേണൽ ഫോഴ്സസ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോസസ്സ് വളരെ പതുക്കെ ഇൻഫിനിറ്റസിമലി സ്ലോലി ആയിരിക്കും പ്രൊസീഡ് ചെയ്യുക. എല്ലാ സമയത്തും സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലല്ല, പക്ഷേ അതിന് വളരെ അടുത്തായിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സിനെ നമുക്ക് തെർമോഡൈനാമിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇത് റിവേഴ്സിബിൾ പ്രോസസ്സ് തന്നെയല്ലേ എന്ന് ഒരു സംശയം വന്നിട്ടുണ്ടാകാം. റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഡെഫിനിഷനും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ബോത്ത് ക്വാസി സ്റ്റാറ്റിക് ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ് ആർ സിനോണിമസ്, ബട്ട് ദേ ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം തിങ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ഇറിവേഴ്സിബിൾ ആവുന്ന ഇൻസ്റ്റൻസ് ഉണ്ട്. സോ വി കനോട്ട് സേ ദേ ആർ എക്സാക്ട്ലി ദ സെയിം തിങ്. ക്വാസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തോന്നിപ്പോവുക എന്നാണ്. അപ്പാരൻ്റ്ലി, സീമിംഗ്ലി. സ്റ്റാറ്റിക് ആണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതിനുള്ള കാരണം എക്സ്റ്റേണൽ കണ്ടീഷൻസ് നമ്മൾ അത്രക്കും സ്ലൈറ്റ്ലിയാണ് വേരി ചെയ്യുന്നത്. തെർമോഡൈനാമിക് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാവുന്ന ഒരു ടേമാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പാർട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം ഈസ് എൻ ഐസോട്രോപിക് സിസ്റ്റം. എന്താണ് ഐസോട്രോപിക് സിസ്റ്റം? ഐസോട്രോപിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ആർ സെയിം ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റം ഒരു ഐസോട്രോപിക് സിസ്റ്റമാണ് വിത്ത് കോൺസ്റ്റൻറ്റ് എം, കോൺസ്റ്റൻറ്റ് മാസ് ആൻഡ് ഓൾസോ constant composition, and it exerts a uniform hydrostatic pressure on surroundings. It can be described by pressure, volume and temperature. അതുകൊണ്ട് തന്നെ അതിനെ PVT സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്.
See you in the next video.